ഓം ഗണപതയേ നമഃ. ഓം രാമചന്ദ്രായ നമഃ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് വാൽമീകി രാമായണത്തിൽ അയോധ്യാകാന്ഡത്തിലെ 110 സർഗമാണ്. രാമൻ്റെ മാനസിക സ്ഥിതി മനസ്സിലാക്കി ചില ഉപദേശങ്ങളും പൂർവികരുടെ കഥകളും പറഞ്ഞു കൊടുക്കുകയാണ് വസിഷ്ഠ മഹർഷി ഈ അധ്യായത്തിലൂടെ ചെയ്യുന്നത്. മുനി പറയുകയാണ്, ലോകത്തിൻ്റെ ഗതിവിഗതികളെപ്പറ്റി വേണ്ട വിധം അറിയുന്ന ആളാണ് ജബാലി. ഭവാൻ അയോധ്യയിലേക്ക് തിരിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം അപ്രകാരത്തിലൊക്കെ പറഞ്ഞത്. ഈ ലോകത്തിൻ്റെ ഉത്പത്തിയെപ്പറ്റി ഞാൻ ചില വിവരങ്ങൾ പറയാം. മഹാപ്രളയത്തിന് ശേഷം പൃഥ്വി കാണാൻ സാധിച്ചു. അപ്പോൾ സ്വയംഭൂവനായി ദേവന്മാരോടുകൂടി ബ്രഹ്മാവുണ്ടായി. ബ്രഹ്മാവ് ആകാശ സഞ്ചാരിയാണ്. വരാഹമൂർത്തി പൃഥ്വിയെ ഉദ്ധരിച്ചു. ബ്രഹ്മാവിൽ നിന്ന് മരീചിയും മരീചിയിൽ നിന്ന് കശ്യപനും ജനിച്ചു. കശ്യപനിൽ നിന്ന് വിവസ്വാനും വിവസ്വാനിൽ നിന്ന് മനുവും ഉണ്ടായി. ആദ്യത്തെ പ്രജാപതിയാണ് മനു. മനുവിൻ്റെ പുത്രനാണ് ഇക്ഷാകു. ഇക്ഷാകുവാണ് അയോധ്യയിലെ ആദ്യത്തെ രാജാവ്. ഇക്ഷാകുവിൽ നിന്ന് മൂത്ത മകനായ കുക്ഷിയും, കുക്ഷിയിൽ നിന്ന് കുക്ഷിയുടെ മകനായ വികുക്ഷിയും, വികുക്ഷിയിൽ നിന്ന് പുത്രനായ ബാണനും രാജ്യാധികാരം ഏറ്റെടുത്തു. ബാണന് ശേഷം പുത്രനായ അരണ്യനും, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകനായ പൃഥുവും അധികാരം ഏറ്റെടുത്തു. പൃഥുവിൻ്റെ മകനാണ് പിന്നീട് രാജാവായ ത്രിശങ്കു. അദ്ദേഹം ഉടലോടെ സ്വർഗത്തിൽ പോയ ആളാണ്. ത്രിശങ്കുവിനെ ദുംദുമാരനും അദ്ദേഹത്തിന് യുവനാശ്വനും പുത്രന്മാരായി. യുവനാശ്വന് മാന്ധാതാവ് പുത്രനായി ജനിച്ചു. മാന്ധാതാവിൽ നിന്ന് മഹാ തേജസ്വിയായ സുഗന്ധി ഉണ്ടായി. സുഗന്ധിക്കും 2 കുട്ടികളുണ്ടായിരുന്നു. മൂത്ത മകനായ ധ്രുവസന്ധി രാജാവായി. ധ്രുവസന്ധിക്ക് ഭരതൻ എന്ന പുത്രനുണ്ടായി. ഭരതനിൽ നിന്ന് പുത്രനായ അസിതൻ എന്ന രാജാവ് ഉണ്ടായി. അദ്ദേഹത്തിന് ഹേഹേയന്മാർ, താലജംഗർ, ശശബിന്ദുക്കൾ, അങ്ങനെ ധാരാളം എതിരാളികൾ ഉണ്ടായി. അവരുമായിട്ടൊക്കെ യുദ്ധത്തിൽ ഏർപ്പെട്ടു. എങ്കിലും അദ്ദേഹം ആഗ്രഹിച്ച വനവാസത്തിലേക്ക് തിരിയുകയാണ് പിന്നീട് ഉണ്ടായത്. അദ്ദേഹം മുനിവൃത്തിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. എന്നാൽ അതിനു മുമ്പായി അദ്ദേഹത്തിൻ്റെ 2 പത്നിമാരും ഗർഭിണികളായി തീർന്നിരുന്നു. ഉത്തമ പുത്രനെ ലഭിക്കുന്നതിന് വേണ്ടി ച്യവന മഹർഷിയെ ഒരാൾ വന്ദിച്ചു. മറ്റവൾ സപത്നിയുടെ ഗർഭം നശിപ്പിക്കുവാൻ വിഷം കൊടുക്കുകയും ചെയ്തു. ഉത്തമ പുത്രനെ ആഗ്രഹിച്ച് ച്യവന മഹർഷിയെ സമീപിച്ച അസിതൻ്റെ ഭാര്യയോട് മഹർഷി പറഞ്ഞു, ലോക വിശ്രുതനായ പുത്രനുണ്ടാകും. അവൻ വംശകർത്താവായും ധാർമ്മികനും സുശീലനും ആകുമെന്നും അനുഗ്രഹിച്ചു. ഗ്രഹത്തിലെത്തിയ അവൾ ബ്രഹ്മാവിനെ പോലെ ശോഭയുള്ള ഒരു പുത്രനെ പ്രസവിച്ചു. മറ്റേ പത്നിയിൽ നിന്നും വിഷം അഥവാ ഗരം ലഭിക്കപ്പെട്ടതായ അവൾക്ക് പിറന്ന പുത്രന് സകരൻ എന്ന പേര് ലഭിച്ചു. ഗരം എന്നാൽ വിഷം എന്നാണ് അർത്ഥം. സകരന് അസമഞ്ജൻ എന്ന പുത്രനുണ്ടായി. ചില പാപകർമ്മങ്ങളൊക്കെ ചെയ്തതുമൂലം അസമഞ്ജൻ നാട്ടിൽ നിന്നും ഓടിക്കപ്പെട്ടു. എന്നാൽ അസമഞ്ജൻ്റെ പുത്രനായ അംശുമാൻ രാജാവായി. അംശുമാൻ്റെ പുത്രനാണ് ദിലീപൻ. ദിലീപൻ്റെ പുത്രൻ ഭഗീരഥൻ. ഭഗീരഥന് കാകുസ്ഥനും കാകുസ്ഥന് രഘുവും പിറന്നു. രഘുവിലൂടെയാണ് രാഘവ വംശം
രൂപപ്പെട്ടത്. രഘുവിന് കൽമാഷപാദനും കൽമാഷപാദന് സുദർശനനും പുത്രന്മാരായി ഉണ്ടായി. സുദർശനൻ്റെ പുത്രനാണ് അഗ്നിവർണ്ണൻ. അഗ്നിവർണ്ണൻ്റെ പുത്രൻ ശീഘ്രകനും ശീഘ്രകൻ്റെ മകൻ മരു എന്ന രാജാവുമാണ്. മരുവിൽ നിന്ന് പ്രശുശ്രുവനും അദ്ദേഹത്തിൽ നിന്ന് അംബരീക്ഷനും ജാതനായി. അംബരീക്ഷൻ്റെ മകനാണ് നകുഷൻ. നകുഷൻ്റെ മകനാണ് നാഭാഗൻ. നാഭാഗന് അജൻ എന്ന പുത്രനും അജൻ എന്ന രാജാവിന് അങ്ങയുടെ പിതാവായ ദശരഥനും പുത്രനായി ജനിച്ചു. ഈ തലമുറയിലെല്ലാം തന്നെ മൂത്ത മകൻ രാജാവായി അധികാരമേൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതുവരെ അതിന് ഒരു മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ടാണ് മൂത്ത മകൻ എന്ന നിലയിൽ ഭവാൻ അയോധ്യയുടെ ഭരണ സാരഥ്യം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞത്. ഇത്രയും വിവരങ്ങളാണ് ഈ സർഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. മറ്റ് ചില വിവരങ്ങൾ കൂടെ പങ്കുവച്ചിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത സർഗത്തിൽ മനസ്സിലാക്കാം. ഓം രാമചന്ദ്രായ നമഃ. ഓം സീതാപതയേ നമഃ.